കേരളത്തിലെ പുതിയ ഹിജാബ് വിവാദം ആസൂത്രിതമോ? സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഹിജാബ് അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് മറികടന്ന് സ്കൂളിൽ +1 പ്രവേശനത്തിന് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളിൽ ഒരാളോട് സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ലെന്നും യൂണിഫോമിൽ ശിരോവസ്ത്രമില്ലെന്നും പ്രിൻസിപ്പൽ അറിയിക്കുകയായിരുന്നു. ഹിജാബ് ധരിക്കാൻ ഒരു കുട്ടിയെ അനുവദിച്ചില്ല എന്ന് ആരോപിച്ച് കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ഇന്ന് മാർച്ച് നടത്തി. അവർ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും തുടർന്ന് SIO പ്രവർത്തകരുടെ ആക്രമണത്തിൽ നടക്കാവ് SI അടക്കം 3 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഹിജാബ് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിലക്കിയിരിക്കുകയാണ് എന്നും SIO വ്യാപകമായി പ്രചരിപ്പിച്ചതിനെ തുടർന്ന് നൂറുകണക്കിന് പേർ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രകടനമായി എത്തുകയായിരുന്നു. ഹിജാബ് അനുവദിക്കില്ലെന്ന് മുൻകൂട്ടി തന്നെ പ്രവേശന സമയത്ത് സ്കൂൾ അധികൃതർ കുട്ടികളെയും മാതാപിതാക്കളെയും അറിയിച്ചിരുന്നതാണ്. ആ നിർദ്ദേശം മറികടന്ന് +1 പ്രവേശനത്തിന് ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തുകയായിരുന്നു. ഇതോടെ യൂണിഫോമിൽ ശിരോവസ്ത്രമില്ലെന്നും ഹിജാബ് അനുവദിക്കില്ലെന്നും സ്കൂൾ അധികൃതർ കർശനമായി അറിയിച്ചു. പിന്നീട് വിദ്യാർത്ഥിനി TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി ചില മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയത്. അതിന്റെ ഭാഗമായി SIO പ്രവർത്തകർ ഇന്ന് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. മാർച്ച് സ്കൂളിന് മുമ്പിൽ എത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചതോടെ പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു. ഇറാൻ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഹിജാബിനെതിരെയുള്ള സ്ത്രീകളുടെ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ യൂണിഫോമിൽ ഹിജാബിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ കേന്ദ്രസേനകൾ റെയ്ഡ് നടത്തുകയും നൂറുകണക്കിന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഹിജാബ് വിവാദം ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആസൂത്രിതമായ നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മുഴുവനും പ്രത്യേകിച്ച് കേരളത്തിലും മുസ്ലിം തീവ്ര സംഘടനകൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ആ പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാനും സാധാരണക്കാരായ മുസ്ലിം മതവിശ്വാസികളിൽ വർഗീയ ചിന്തകൾ ആളിക്കത്തിക്കാനും മുസ്ലിം തീവ്ര സംഘടനകൾ കണ്ടെത്തിയ ഒരു മാർഗമായി ഇപ്പോഴത്തെ ഹിജാബ് വിവാദത്തെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അധികാരികളും പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കട്ടെ.